ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പണ്ട് നമ്മുടെ മുത്തശ്ശിയൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/2 കപ്പ് വിനാഗിരിയും ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 അല്ലെങ്കിൽ 30 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ലായിരുന്നു, മറന്നുപോയി കേട്ടോ, വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്കറിലേക്ക് മാറ്റാം. ഇനി ആ ഇറച്ചി നമ്മൾ പുരട്ടി വെച്ചിരുന്ന പാത്രമല്ല, അതൊന്ന് കഴുകി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത്. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എങ്കിലും കുക്കറിൻ്റെ അടിക്ക് പിടിക്കരുതല്ലോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കർ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് വെന്ത് വരട്ടെ. ഇവിടെ കിട്ടുന്ന ഇറച്ചിക്കൊക്കെ നല്ല വേവുള്ള ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ ഒരു 8 അല്ലെങ്കിൽ 10 വിസിലൊക്കെ കേട്ടാലേ ഇറച്ചി നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഇപ്പോൾ ഇത് 8-10 വിസിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതും ചൂടായി വന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പെരിഞ്ചീരകവും ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ആ എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 സവാള, ഇടത്തര സവാളയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇറച്ചി മാരിനേറ്റ് ചെയ്യാൻ നേരം ഉപ്പ് ചേർത്താണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പ്, സവാള വഴന്ന് കിട്ടാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി 1-2 പൊടികൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ലൊരു മണം വരും കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചിയിൽ വെറും 2 ടേബിൾ സ്പൂൺ
വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ. എങ്കിലും എന്താ കണ്ടോ, ഇപ്പോൾ കുറേ വെള്ളമുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് അരപ്പെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റായിരുന്നു കേട്ടോ. ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്തു. ഇപ്പം നമ്മുടെ കറി കണ്ടോ കുറുകി വന്നിട്ടുണ്ട്. ഇനി മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയിലിരുന്ന് തന്നെ ഇത് കുറച്ചും കൂടെ കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.